തൃശൂർ റോഡിലെ കുഴിയിൽ വീണ്ടും അപകടത്തിൽപ്പെട്ട സ്കൂട്ടർ യാത്രികർക്ക് ഗുരുതര പരിക്ക്. കോലഴി സ്വദേശി തോമസിന്റെ 7 വാരിയെല്ലുകൾക്ക് പൊട്ടൽ. തോമസിന്റെ ഭാര്യ ബീനയ്ക്ക് തലയിൽ രക്തസ്രാവവും മുഖത്ത് പൊട്ടലുമുണ്ട്. ഇന്നലെയാണ് ഇരുവരും സഞ്ചരിച്ച സ്കൂട്ടർ കോവിലകത്തുംപാടത്ത് റോഡിലെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടത്. ഗൂഗിൾ VS വിശദവിവരങ്ങളുമായി ചേരുന്നു. ഗൂഗിൾ, ഗുഡ് മോർണിംഗ്. ഈ അപകടത്തെ തുടർന്നുള്ള ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? വിശദവിവരങ്ങൾ എന്തൊക്കെയാണ് ഗൂഗിൾ? അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നവർ ഇപ്പോഴും ICUവിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അവർ വീണ ഈ കോലടിയിലെ പ്രദേശത്താണ്. ഇവർ തൃശ്ശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. തോമസും ബീനയും ഇരുചക്ര വാഹനത്തിൽ വരുമ്പോൾ ആ റോഡിന്റെ നടുക്കു കാണുന്ന ആ കുഴിയിൽ അതിൽ വീഴുകയും ഇരുചക്രവാഹനം നിയന്ത്രണം തെറ്റി നിലത്ത് വീഴുകയുമാണ്. തോമസിന്റെ 7 വാരിയലിലാണ് പൊട്ടലുള്ളത്. അത്രമാത്രം ഗുരുതര പരിക്ക് ആ കുഴിയിൽ വീണ് ഉണ്ടായി. നമുക്ക് ഈ റോഡ് കാണുമ്പോൾ അറിയാം, നമുക്ക് അങ്ങോട്ട് അടുത്തേക്ക് പോകണം, അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കണം എന്നൊക്കെയുണ്ട്. പക്ഷേ വാഹനങ്ങളുടെ നിര ആയിട്ടുള്ള ഈ വരവ് നമുക്ക് അങ്ങോട്ട് ചെല്ലാനൊക്കെ തന്നെ സ്വാഭാവികമായി വാഹനങ്ങൾ ഒഴിയുന്നൊരു സമയം പോലുമില്ല. കാരണം അത്രമാത്രം വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്ന റോഡാണ്. ഒരു പ്രധാന റോഡാണ്, തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തുന്ന ഒരു പ്രധാന റോഡാണ്. അപ്പോൾ ഈ റോഡിലാണ് ഇങ്ങനെ വാഹനങ്ങൾ വേഗം വരുന്ന ഒരു സമയത്ത് റോഡിന്റെ നടുക്ക് തന്നെ ഒരു കുഴിയുള്ളത്. അത് ഇതിനു മുൻപും ഈ റോഡിന്റെ ചില ഭാഗങ്ങളിലൊക്കെ കുഴി ഉണ്ടായിരുന്നു, അത് പലതും അടച്ചു. പക്ഷെ ഇത് അടച്ചില്ല. ഇതുകൊണ്ട് തന്നെ ഒരു ആളുടെ 7 വാരിയലിനാണ് പൊട്ടൽ വന്നത്, അല്ലേ? 2 ദിവസങ്ങൾക്ക് മുന്നാണ് വിഷ്ണുദത്ത് എന്ന് പറയുന്ന ഒരു യുവാവ് നഗരത്തിലെ MG റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി വാഹനം വെട്ടിച്ചപ്പോൾ ബസ് കയറി മരിച്ചത്. അതിനുശേഷമാണ് ഈ കുഴിയിൽ ഇന്നലെ രാത്രി തോമസ് എന്ന് പറയുന്ന ബീന എന്ന് പറയുന്ന 2 വയോധികരായ 2 ദമ്പതിമാർ ഈ കുഴിയിൽ വീണത്. അതീവ ഗുരുതരമായിട്ടാണ് അവർക്ക് പരിക്കേറ്റിട്ടുള്ളത്. അവരിപ്പോഴും പിന്നെ ICUവിലാണ് അവർ കിടക്കുന്നത്. അവരുടെ വളരെ ഗുരുതരമായ അവസ്ഥയാണ്. അവർക്കറിയില്ലല്ലോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ കുഴിയിൽ വീഴുമെന്നൊന്നും കരുതിയിട്ടല്ല ആ പാവപ്പെട്ട അച്ഛനമ്മമാർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഈ കുഴി ഓരോ മനുഷ്യർക്കും ഇതുപോലെ റോഡിലെ കുഴിയിൽ വീണ പരിക്കേൽക്കാൻ തുടങ്ങിയാൽ എന്താവും സാധാരണ ജനത്തിന്റെ അവസ്ഥ എന്നത് ഒരു പിടിയും കിട്ടുന്നില്ല. ഗൂഗിൾ VS ആണ് വിശദവിവരങ്ങൾ നൽകിയത്.